സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരു മുസ്തഫ ചെറ്റത്തരവും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അവൻ തങ്ങന്മാരെ മാത്രമല്ല നബിയെയും കുറ്റം പറയുന്നു. മുഹമ്മദ് നബിയെ അവൻ പറയുന്ന, അവൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഏതോ ഒരു ഹദീസിലുണ്ട് പലിശയുടെ കാര്യം. നീ ഒരു മുസ്ലിമാണോ? നിന്റെ പേര് മുസ്തഫ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. നീ മുസ്ലിം തന്നെയാണോ? നീ അതേ ഏതെങ്കിലും പിന്നെ ഈ പറക്കത്തിനിയെ കൊണ്ടായത് ഈ സംഘപരിവാറിനുണ്ടായതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പോൾ ഒരു ഫാഷനാണ് മുസ്ലിം പേരിടുക, മുസ്ലിങ്ങളെയും അള്ളാഹുവിനെയും നബിമാരെയൊക്കെ ആക്ഷേപിക്കുക. അവൻ പറയുന്നതെന്ന് പറഞ്ഞ ഒരു കൊട്ട കണ്ണാടിയും വെച്ചിട്ട് കൂളിംഗ് ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത്. ഞാൻ വെച്ചിരിക്കുന്ന കണ്ണു കാണാനുള്ള പിന്നെ ഇതിനു വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോ അവൻ പറയുന്നത് പൊട്ടത്തരമാണ് പറയുന്നത്. എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു. അവിടെ ചെന്നപ്പോ അവിടെ ആരും മുസ്ലിങ്ങളില്ല. അപ്പൊ പിന്നെ മദീനയിൽ പോയത് എന്തിനാണ്? ആരുടെ ആവശ്യപ്രകാരമാണ് പോയത്? അവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്, ഹിജറ പോയത്. അത് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിജറ എങ്ങനെ തുടങ്ങിയത് അത് ഇതാണെന്നത്. അപ്പൊ അതുപോലെ അറിഞ്ഞൂടാ അവൻ മുസ്ലിമാണാ? അവൻ മുസ്ലിമാ? അവൻ എവിടത്തുകാരനായിരുന്നാലും ശരി, അവൻ മുസ്ലിം ഒന്നുമല്ല. കാരണം അവൻ അറിഞ്ഞൂടാ, കാര്യങ്ങൾ അറിഞ്ഞൂടാ, ഇസ്ലാമിന്റെ ചരിത്രവും ഇസ്ലാമിനെ അറിഞ്ഞുകൂടാത്ത അവൻ മുസ്ലിം ആകുന്നത് എങ്ങനെ? പിന്നെ വേറെന്ന് പറയുന്നത് പലിശയുടെ കാര്യം ഏതാ ഒരു ഹദീസിൽ അവൻ കണ്ടിട്ടുണ്ടെന്ന്. നീ ഹദീസ് എടുക്കാൻ പോകുന്ന എന്തിന്? പലിശയുടെ കാര്യം ഖുർആനിലുണ്ടല്ലോ. നീ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? നീ വല്ലപ്പോഴും ഖുർആൻ, അതായത് ചരിത്രം പഠിക്കാതെ വിവരമില്ലാത്ത വിഡ്ഢിത്തരം വന്നിരുന്ന ഒരു ചാനലിന് മുമ്പിൽ ഇരുന്ന് വിളമ്പാൻ നിനക്ക് നാണോ മാനം ഉണ്ടാ? നിനക്ക് നാണോ ഉണ്ടാ? മാനം ഉണ്ടാ? നിനക്ക് തന്തയുണ്ടാ? തള്ളയുണ്ടാ? നീ ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ഇരുന്ന് പറയൂ? ഒരു മുസ്ലിമായ ഒരുത്തൻ ആദ്യം നീ മതപരമായ കാര്യങ്ങൾ പഠിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതപണ്ഡിതന്റെ അടുത്ത് ചോദിക്കണം, പലിശയെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്, എവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അത് പറഞ്ഞ് നിനക്ക് അത് അന്വേഷിക്കാനുള്ള ഒരു 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 ആഗ്രഹം പോലും ഉണ്ടായില്ലല്ലോ. അതായത് ഖുർആനിൽ അള്ളാഹു പറയുന്നത്, പലിശ എന്ന് പറയുന്നത്, പലിശ നീ തിന്നാൻ നിന്റെ വയറ്റിനകത്ത് തീ കത്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നീ ഹദീസ് പിടിക്കുന്ന എന്തിന്? ഹദീസ് പിടിച്ച് ഉമ്മായി വ്യവഹരിക്കുന്ന പോലെയാണ് എന്നൊക്കെ. നീ വെണ്ടിറും തെണ്ടിത്തരം പറയരുത്, നിനക്ക് വിവരമില്ല. അപ്പൊ വന്നിരുന്ന നിനക്ക് നിന്റെ വീട്ടില് ഉമ്മ, വാപ്പ, പിന്നെ സഹോദരി, മക്കള്, ഭാര്യ, അത് ഇതൊക്കെ നിനക്ക് ബന്ധുക്കളൊക്കെ ഇല്ലേ? നിനക്ക് വന്നിരുന്ന് ഇങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ ആവശ്യമില്ലാത്ത പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും പിന്നെ ലൈംഗികമുള്ള വർത്തമാനമൊക്കെ നീ പറയാൻ നിനക്ക് നാണമുണ്ടാ? നിന്നെയൊക്കെ ഇനി എവിടെയാണ് കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന? ചത്തുപോയ ചുട്ടുകരിക്കും. അതേ ഇനി നിന്നെ വേറെ ഏതെങ്കിലും സെമിത്തേരി കൊണ്ടുവന്ന് നടക്കും. നീ ഇത്രയും ബുദ്ധിയില്ല സംസാരിക്കുന്ന എന്ത്? നീ മുസ്ലിമാ? നിന്റെ വാപ്പ, നിനക്ക് അറിയാം ആരാണ് നിന്റെ വാപ്പാന്ന്? നിന്റെ വാപ്പാണോ, അച്ഛനാണോ, അപ്പനാണോ എന്ന് അറിഞ്ഞൂടല്ലോ. അപ്പൊ നീ വന്നിരുന്ന് പൊട്ടത്തരം പറയുമ്പോ ആദ്യം നീ നിന്നെ പറ്റി പറയുക. നീ ഇന്ന കുടുംബത്തിൽ ജനിച്ചാണെന്നും എന്റെ തന്ത ഇന്നാരാണെന്നും പറയണം, എന്റെ തള്ള ഇന്നാരാണെന്നും പറയണം. അല്ല വന്നിരുന്ന ഒരു പേരെഴുതി വെച്ചിട്ട് നീ വന്നിരുന്ന് പൊട്ടത്തരം പറയരുത്. അന്തസ്സും അഭിമാനമുള്ള ആണാണെങ്കിൽ നീ ആദ്യം നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി പറയണം. നിന്റെ ബാഗിൽ വന്ന് നിന്നെ പറ്റിയിട്ടുള്ള അന്വേഷിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. നിന്റെ വായിൽ ഉള്ള പല്ലുകളെ കണ്ടല്ല, പല്ലുകളില്ലാതെ നീ നടക്കേണ്ടി വരും. നീ വിവരക്കേട് പറയരുത്. അതായത് ഒരു മതത്തിനെ ആക്ഷേപിക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായ ചട്ടക്കൂട് എങ്ങനെയാണെന്നും ഇവിടെ ഓരോ മതങ്ങൾക്കും അവരവരുടേതായ പിന്നെ അവകാശങ്ങൾ ഉണ്ട്, ഭരണഘടന ഉറപ്പ് ചെയ്തിട്ടുണ്ട്. നീ മതത്തെ ആക്ഷേപിക്കാൻ നീ ആരാ? അപ്പൊ ഈ മുസ്ലിം പേരും കൊണ്ടുവന്ന് ഇസ്ലാമിനെ ആക്ഷേപിക്കാന്ന് ഇപ്പൊ ഇതൊരു ഫാഷനായിട്ട് വന്നിരിക്കുകയാണ്. ഏത് ചാനൽ തുറന്നാലും ശരി, സംഘിയായിരുന്നാലും ക്രിസംഘിയായിരുന്നാലും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നാലും അങ്ങനെ അങ്ങ് അടച്ചാക്ഷേപിക്കുകയാണ് ഇസ്ലാമിനെ. നീയൊക്കെ എത്രത്തോളം ആക്ഷേപിക്കൂ അതിനനുസരിച്ച് ഇസ്ലാം വളരേ ഉള്ളൂ. അതാണ് നീ ബുദ്ധിയില്ല എന്ന് പറയുന്നത്. നീയൊക്കെ നിരീശ്വരവാദികളല്ലേ? കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദിയാണ്. നിനക്കൊന്നും എവിടെയില്ലാത്ത, അതായത് കമ്മ്യൂണിസ്റ്റുകാര് പിന്നെ ഗവൺമെന്റ് ഇവിടെ പിന്നെ ഇടുക്കിയിൽ, വയനാട് ആ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക്, മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തിലും ഉരുൾപൊട്ടലും ഉണ്ടായപ്പോഴത്തേക്ക് ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല, ഭരിച്ചെടുത്തതേ ഉള്ളൂ. പിണറായിയും പിന്നെ പാർട്ടിയും ചുട്ടു തിന്നതേ ഉള്ളതെല്ലാം. അപ്പൊ മുസ്ലിം ലീഗ് അവരുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി. അപ്പൊ നിനക്കറിയാം, ഇവിടെ ഉള്ള നാട്ടുകാർക്കും അറിയാം, മുസ്ലിം ലീഗ് ഒരു കാര്യത്തിന് ഇറങ്ങി അവരത് ചെയ്തിരിക്കും. പിന്നെ അവിടെ അഴിമതിയുണ്ട്, അവിടെ ഇതുവഴിയുണ്ട്, അവരതാണ് തിന്നുന്നത്, ഇതാണ് തിന്നുന്നതെന്ന് പറഞ്ഞ് ആക്ഷേപം പറയാൻ നിനക്കൊക്കെ ലജ്ജയില്ലേ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടോ അത് നിനക്ക് നിന്റെ പൈസ ഇല്ലല്ലോ തിന്നുന്നത്, നിന്റെ ഇറങ്ങി പണം പിരിച്ചാ ഇല്ലല്ലോ. മുസ്ലിം ലീഗാണ് കൊടുക്കുന്നത്. അത് ചിലപ്പോൾ പാർട്ടിക്ക് കൊടുക്കും, ചിലപ്പോൾ അല്ലാതെ കൊടുക്കും. അവർ കൊടുത്ത് അതിൽ നിന്ന് പൈസ എടുത്താണ് അവർ വീടുണ്ടാക്കി കൊടുക്കുന്നത്. അവരുണ്ടാക്കി കൊടുക്കട്ടെ, നിനക്കെന്ത് നഷ്ടം? എന്ത്? നിന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ചിലപ്പോ അതിനെന്തെങ്കിലും ഒരു തടസ്സം ഇടും. അത് ഉറപ്പായിട്ടും ചെയ്യും. കാരണം അങ്ങനെ മുസ്ലിം ലീഗുകാർ ഉണ്ടാക്കി പേരുണ്ടാക്കണ്ട, ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള രീതിയാണ്. അപ്പൊ നീ അതിനെ പറ്റിയുള്ള വീർവാണം ഒന്നും മുഴക്കണ്ട. അപ്പൊ പാർട്ടിയെ പറ്റിയും അതും ഇതുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
ഇപ്പൊ പിണറായി വിജയൻ വലിയ ഹൈവേ ഉണ്ടാക്കിയ അത് വലിയ കാര്യമാണ്. അപ്പോൾ അവിടെ ആരും സമരത്തിനും ബഹളത്തിനും പോകില്ല. അതേസമയം UDF ഗവൺമെന്റ് ഇരിക്കുന്ന കാലത്ത് ഒരു ഹൈവേ വന്ന അല്ലെങ്കിൽ ഒരു IT പാർക്ക് വന്ന അത് അവിടെ നിങ്ങൾ തടയിടാനായിട്ട് വരും. അവിടെ സമരം ഉണ്ടാക്കും, മനുഷ്യ ചങ്ങല ഉണ്ടാക്കും, കേരളം മൊത്തം അക്രമം അഴിച്ചുവിടും, എല്ലാം ചെയ്യും. ഈ BJP കാരൻ വന്നതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു മനുഷ്യ ചങ്ങല ഉണ്ടാക്കിയിട്ടുണ്ടോ? നിനക്കൊണ്ടൊക്കെ അതിനുള്ള ധൈര്യം ഉണ്ടാ, ആണത്തം ഉണ്ടാ നിനക്കൊക്കെ? ഈ ആണുങ്ങളാണ് മീശയും വെച്ച് കിടന്നിട്ട് വല്ല കാര്യം ഉണ്ടാ? ഉണ്ടാ? അപ്പൊ നിന്നെയൊക്കെ പിടിച്ചകത്തിടും അമിത്ഷായും മോഡിയും, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ EDയും NIA ഒക്കെ വരും. അപ്പൊ അതിനുള്ള പേടിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിന്റെയൊക്കെ ഈ ജാള്യത മറയ്ക്കാൻ വേണ്ടി മുസ്ലിം ലീഗിനെ കോൺഗ്രസിന്റെ മണ്ടയിൽ കയറിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നീയൊക്കെ സ്വയം ചിന്തിക്കണം, മനസ്സിലാക്കണം, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇറങ്ങി നേരിട്ട് ഇടപെടണം. ഇടപെട്ടി ഇപ്പൊ ജാതിയായാലും മതമായാലും രാഷ്ട്രീയമായിരുന്നാലും അവിടെ ഒന്നും പ്രശ്നമാക്കരുത്. ജനങ്ങളെ നമ്മൾക്ക് എങ്ങനെ സേവിക്കാനൊക്കെ. പണ്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്ന 1ാം ക്ലാസ് ബൂർഷ്വാണ്. ആവശ്യമില്ല. നീ കമ്മ്യൂണിസ്റ്റുകാരന്മാർ ചരിത്രങ്ങൾ എടുത്ത് നോക്കും. ഇപ്പോഴുള്ള അവരുടെ വീടുകളും അവരുടെ ആഡംബരങ്ങളും അവരുടെ സൗകര്യങ്ങളും ഒക്കെ നീ എടുത്തു നോക്ക്. ചന്ദനം തൈലം ഒഴിച്ചാണ് അവരൊക്കെ കുളിക്കുന്നത്. അവരൊക്കെ മണിക്കൂറിന് ഡ്രസ്സ് മാറ്റും. ഏത് കമ്മ്യൂണിസ്റ്റുകാരനാണ് അങ്ങനെ ചെയ്യാത്തത്? അവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ കള്ള് കച്ചവടം, പലിശയ്ക്ക് കൊടുപ്പ്, ഗുണ്ടായിസം, അതൊക്കെ തന്നെയാണ്. അതും ഇതും കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടാക്കി ഗവൺമെന്റിന്റെ എല്ലാ പണികളും അവർക്ക് കൊടുക്കുക. ഊരാളങ്ങളാ എന്തെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൂർക്കാരൊക്കെ കോടീശ്വരന്മാരായില്ലേ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും? നിനക്ക് അതൊന്നും പറഞ്ഞൂടെ? അപ്പോ സ്വയം നാറരുത്, വെറുതെ വന്ന് നാറ്റിക്കുകയും ചെയ്യരുത്. എല്ലാത്തിനും മുസ്ലിങ്ങളെ മണ്ടയിൽ നീ എല്ലാം കൂടെ താങ്ങി വെച്ചിട്ട് മുസ്ലിം ലീഗുകാർ അങ്ങനെ ഇത് വഴക്കാട് തങ്ങൾ ഇങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞ് നടക്കാതെ നിന്നെയൊക്കെ കൊണ്ട് എന്തെങ്കിലും ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയും? ഒക്കില്ല. പാർട്ടിയല്ല, ഗവൺമെന്റ് എത്രയോ കോടി പിരിച്ച്, എന്നിട്ട് എത്രയോ വർഷമായി. എന്താണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്? അവിടെ ചെയ്യുന്നു, ഇവിടെ ചെയ്യുന്നു പറയുമ്പോൾ അപ്പൊ മുസ്ലിം ലീഗുകാർ ഇറങ്ങുമ്പോഴത്തേക്ക് അറിയാം അത് അവർ ചെയ്തിരിക്കും. വീടുണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുത്തിരിക്കും. അത് നാളിതുവരെയുള്ള ചരിത്രം അതാണ്. അപ്പൊ ഈ കണ്ണാവിന്ന ഇരുന്ന് സംസാരിക്കുക ചാനലിൽ വന്നിരുന്നു കേട്ടോ, അതൊന്നും നിനക്ക് ഭൂഷണമല്ല. നീ ആദ്യമായിട്ട് നിന്റെ ആ പേര് മാറ്റണം. നീ മുസ്തഫ എന്നുള്ള പേര് മാറ്റണം. നീ മുസ്തഫ എന്നും അല്ല, നീ മുസ്ലിമിനുണ്ടായതുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ നീ സ്വന്തം ഐഡന്റിറ്റി, ഞാൻ നിരീശ്വരവാദിയാണെന്നാ, ഞാൻ ദൈവം ഇല്ലാത്ത വ്യക്തി വിശ്വസിക്കുന്നവരാണെന്നാ, ഞാൻ മുസ്ലിം അല്ല എന്നാ, അല്ലെങ്കിൽ ഞാൻ എക്സ് മുസ്ലിമാണ്, അതൊക്കെ ഇപ്പൊ ഫാഷനാണ്, ഞാൻ എക്സ് മുസ്ലിമാണ്, അല്ലെങ്കിൽ നീ ദേശീയ മുസ്ലിമാണ്, അബ്ദുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ നരസിംഹനാണ് എന്നൊക്കെ നീ പറഞ്ഞുകൊണ്ട് നടന്നാൽ മതി. അല്ല ഈ മുസ്ലിം പേര് വിട്ട് ആവശ്യമില്ല വന്നിരുന്ന് മുസ്ലിങ്ങളെ ചൊറിയരുതെന്നാണ് എനിക്ക് പറയാനുള്ള. എന്റെ വായിലുള്ള പല്ലൊന്നും നീ വെച്ച് ഒന്നും തിന്നാക്കൂല കേട്ടാ, ആളിനടിച്ച് പൊട്ടിക്കും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരുന്നത് നല്ലതാണ്. അത് മാത്രമൊന്നുമല്ല, ഈ മനുഷ്യന്മാരെല്ലാം മരിക്കും. ഏത് രീതിയിൽ മരിക്കുമെന്ന് പഠിച്ചവരാനെ അറിയാവൂ. നിന്നെ സൃഷ്ടിച്ച നീ ഇപ്പൊ പറയും ഏക സെല്ലുലാർ പ്രോട്ടോപ്ലാസത്തിൽ നിന്ന് ഉണ്ടായതാണ്, അല്ലെങ്കിൽ കുരങ്ങൻ കുറുവി ഉണ്ടായതാണെന്നൊക്കെ നീ പറയും. മനുഷ്യനെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം സൃഷ്ടിച്ചത്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നീ ചരിത്രവും ഇസ്ലാമിനെ പറ്റി പഠിച്ചാലല്ലേ അറിയാമപ്പോൾ. ചരിത്രം എന്ന് പറയുന്ന ഇസ്ലാമാണ്. ചരിത്രം, ശാസ്ത്രം എന്ന് പറയുന്ന ഇസ്ലാമാണ്. അതും ചരിത്രം, അതൊക്കെ നീ ഖുർആൻ എടുത്ത് പഠിച്ചു നോക്ക്, എങ്കിലേ നിനക്ക് മനസ്സിലാവുള്ളൂ. ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയ മനുഷ്യനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. നീ നിനക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആദ്യമായിട്ട് കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ് എന്ന് പറഞ്ഞ മനുഷ്യനാണ്. ക്രിസ്ത്യാനിയായിരുന്നു. അയാൾ ഇസ്ലാം മതം വിശ്വസിച്ചു. അപ്പോ ഇസ്ലാം മതം വിശ്വസിച്ചു. അമേരിക്കയിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് 5 പെണ്ണുങ്ങൾ ലോകം മൊത്തം കറങ്ങി. ഭൂമിയുടെ സെന്റർ എവിടെയാണെന്ന് അറിയണം. അതിനായിട്ട് അവരാരോ പറഞ്ഞ് അവരടുത്ത് എവിടെ എന്തിലോ വായിച്ച് അവരറിഞ്ഞിട്ട് അവർ പറഞ്ഞു കൊടുത്ത് മക്കയാണ്, കഅബ ഇരിക്കുന്ന സ്ഥലമാണ് ഭൂമിയുടെ സെന്റർ. അവർ ലോകം മൊത്തം കറങ്ങി അന്വേഷിച്ച് ശാസ്ത്രവും അതും ഇതും ഒക്കെ കൂട്ടിക്കുഴിച്ച് നോക്കിയിട്ട് അവർ വന്നിട്ട് പറഞ്ഞ് ഇത് തന്നെയാണ് സെന്റർ. അപ്പൊ അവരെല്ലാം ഇസ്ലാം മതം സ്വീകരിച്ചു. ഇതാരും വലയും കൊണ്ട് ചാക്കും കൊണ്ട് നടക്കണ്ട. ഇസ്ലാമിന് ആരെങ്കിലും പുണരണമെങ്കിൽ അതൊക്കെ നീ മനസ്സിലാക്ക്. ഇസ്ലാം എന്താണെന്ന് പഠിച്ചു മനസ്സിലാക്ക്. വിവരക്കേടും ബുദ്ധിയില്ലായ്മയൊക്കെ മനുഷ്യനുണ്ടാവും, അതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ ഇനിയും സമയമുണ്ട്. നീ അതായത് ഈ ലോകത്തുള്ളത് ഒന്ന് സത്യവിശ്വാസികളും ഒന്ന് സത്യനിഷേധികളും. കമ്മ്യൂണിസ്റ്റുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും എല്ലാം അതിൽ വരും, സത്യനിഷേധികളിൽ വരും. അപ്പൊ സത്യം എന്ന് പറയുന്നത് അള്ളാഹു ഉണ്ട്. ജീവിത രീതി, മനുഷ്യന്റെ ജീവിത രീതി എങ്ങനെ, ഏത് രീതിയിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ വളരണം, എങ്ങനെ ജനിക്കണം, എങ്ങനെ കിടക്കണം, എങ്ങനെ ആഹാരം കഴിക്കണം, ഏത് രീതിയിൽ വിവാഹം കഴിക്കണം, എങ്ങനെ മക്കൾ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇസ്ലാമിനകത്ത് ഖുർആനകത്തുണ്ട്. അതൊക്കെ നീ എടുത്ത് പഠിച്ചു നോക്ക്.
പഠിക്കാതെ ആവശ്യമില്ലാത്ത വന്നിരുന്ന് ചാനലിൽ വന്നിരുന്ന് പൊട്ടത്തരം വിളമ്പി നിനക്ക് 4-5 ആൾക്കാരെ കിട്ടുമെന്ന് വിചാരിച്ച് കുറെ റീച്ച് കിട്ടുമെന്നും പറഞ്ഞ് ഈ ബുദ്ധിയില്ലായ്മ സംസാരിക്കരുത്, വിഡ്ഢിത്തരം പറയരുത്. മരണം എന്ന് പറയുന്നത് എപ്പോഴും കൺമുന്നിൽ ഉണ്ടായിരിക്കും. നീ എങ്ങനെയാണ് മരിക്കുന്നത് നിനക്കാ എനിക്കാ പറയാൻ കഴിയില്ല. ആരും മരിക്കും. ജീവിച്ചിരിക്കുന്ന കാലാകാലം ജീവിച്ചിരിക്കുന്ന ആരുമില്ല. അത് നീ മനസ്സിലാക്കി ജീവിച്ചാൽ നിനക്ക് നല്ലത്. കാരണം അള്ളാഹു നിശ്ചയിച്ച നിനക്ക് പിന്നെ റോഡിൽ കിടന്ന് നീ മരിക്കും, തുണ്ട് തുണ്ടായിട്ട് കഷ്ണം കഷ്ണമായിട്ട് മരിച്ചു പോകും. അപ്പൊ നീ അത് മരിക്കുമ്പോഴത്തേക്ക് മനുഷ്യന്മാർ നല്ലൊരു മനുഷ്യനായിരുന്നു പറയണം. അതുകൊണ്ട് മനുഷ്യർ തമ്മിൽ നല്ല സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയണം. അല്ലാതെ ആളുകളെ തങ്ങന്മാരായിരുന്നാലും ശരി, അല്ലാത്ത ആൾക്കാരായിരുന്നാലും ആളിനെ ആക്ഷേപിക്കാനായിട്ട് ഒരു ചാനലുണ്ടെന്നും പറഞ്ഞു വന്നിരുന്ന് ആളിനെ ആക്ഷേപിക്കരുത്. അതൊന്നും നിനക്ക് നല്ലതല്ല. മനുഷ്യനാണ്, നീ ഒരു ചെറുപ്പക്കാരനാണ്, കണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെ പോലെ തോന്നുന്നു. അപ്പൊ അതൊന്നും നമുക്ക് പറ്റിയ പരിപാടിയല്ല. നിനക്ക് പശ്ചാത്തപിച്ച് വേണമെങ്കിൽ ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് തെറ്റുകളും കുറ്റങ്ങളും മനസ്സിലാക്കി വെറുപ്പും വിദ്വേഷവും കളഞ്ഞിട്ട് ആളുകൾ തമ്മിൽ സഹകരിച്ച് സന്തോഷത്തിൽ ജനങ്ങൾക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ അത് അന്വേഷിച്ചിറങ്ങുക. ജാതിയും മതവും ഒന്നും അവിടെ പ്രശ്നമല്ല. അപ്പൊ അതാണ് വേണ്ട, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതിന് സർക്കാർ തന്നെ വേണമെന്നൊന്നുമില്ല. സർക്കാർ ചെയ്യുന്നതും കാത്ത് നമ്മൾ കാത്തിരിക്കുകയും വേണ്ട. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ജീവിക്കണമെന്നാണ് എനിക്ക് നിന്നെ അടുത്തും നിന്നെ പോലുള്ള യുവതലമുറയോടും പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.